കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നിർദ്ദേശപ്രകാരം രാജ്ഭവനിൽ നിന്ന് ഇറക്കിയ പ്രസ് റിലീസ് വാർത്താക്കുറിപ്പ് കണ്ടു കാണും. അതിൻ്റെ പ്രസ് റിലീസ് എന്നുള്ള ഹെഡിങ്ങിൽ തന്നെ ഇറക്കിയത്. വരാനിരിക്കുന്നത് എന്താണ് എന്നുള്ളൊരു മുന്നറിയിപ്പ് അതിലുണ്ട്. മുന്നൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ കേരളത്തിലെ പ്രശ്നങ്ങൾ വഷളാക്കിയിട്ട് സാമ്പത്തിക അടിയന്തരാവസ്ഥ ഒരു കാര്യം, 2 കേന്ദ്ര രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനുള്ള നീക്കങ്ങൾ അണിയറയിൽ വൺ ബൈ വൺ ആയിട്ട് ഒരുക്കുക. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ എക്സാമ്പിളാണ് ഇപ്പോൾ രാജ്ഭവനിൽ നിറക്കിയ വാർത്താക്കുറിപ്പ് പ്രസ് റിലീസ് എന്നുള്ള ഇതിൽ ടൈറ്റിൽ അതിൻ്റെ പോസ്റ്റേഴ്സ് പ്ലേസ്ഡ് ബൈ പോലീസ് അറ്റ് ദ ബിഹസ്റ്റ് ഓഫ് CM എന്നാണ് ടൈറ്റിൽ, വാർത്താക്കുറിപ്പിൻ്റെ തലവാചകം. അതായത് മുഖ്യമന്ത്രിയുടെ ആജ്ഞാപിക്കൽ പ്രകാരമാണ്. ബിഹസ്റ്റ് എന്ന് പറയുമ്പോൾ ആ ഒരർത്ഥമുണ്ട്. മുഖ്യമന്ത്രിയുടെ ആജ്ഞാപിക്കൽ ഉത്തരവ്, അതായത് നിർദ്ദേശപ്രകാരം എന്നൊക്കെ വ്യാഖ്യാനിക്കാം. അങ്ങനെ പോലീസാണ് പോസ്റ്റേഴ്സ് ഒട്ടിച്ചതെന്ന്. ഇവിടുത്തെ ബാനറുകളും പോസ്റ്ററുകളും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഗവർണർ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിന് ചുറ്റും ഗേറ്റിലും സ്ഥാപിച്ചത് എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഈ തലവാചകം തന്നെ മിസ്ലീഡിംഗ് ആണ്, സത്യവിരുദ്ധമാണ്. ഇനി താഴെ പറയുന്ന കാര്യങ്ങൾ. ഓണറബിൾ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഹാസ് ടേക്കൺ സീരിയസ് നോട്ട് ഓഫ് ദ ആക്ഷൻ of the state police on the direction of the chief minister in placing posters defamatory to the governor in the campus of Calicut University. എങ്ങനെയുണ്ട്? അർത്ഥം പിടി കിട്ടിയല്ലോ ഈ ഇംഗ്ലീഷിൻ്റെ. അതായത് ഗവർണർ വളരെ സീരിയസ് ആയിട്ട് ഗൗരവത്തിലെടുത്തിരിക്കുന്നു കേരള പോലീസിൻ്റെ ഈ നടപടി. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഗവർണറെ അപകീർത്തിപ്പെടുത്തുന്ന പോസ്റ്ററുകൾ പതിച്ചതിന്, ബാനറുകൾ കിട്ടിയത്. അതാണ് അതിൻ്റെ ഏകദേശം വിലയാണ്. അപ്പോൾ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമാകില്ല. ഇനി താഴെ അവിടെയാണ് മുന്നറിയിപ്പ്. ദിസ് ലാസ്റ്റ് പാരഗ്രാഫ്, അതിൽ 4 പാരഗ്രാഫ് ഉണ്ട്. അതിൽ ലാസ്റ്റ് പാരഗ്രാഫിലൂടെ വായിക്കാം. ദിസ് cannot happen without the direction of the chief minister, and that this clearly is the beginning of the collapse of the constitutional machinery in the state. എങ്ങനെയുണ്ട്? അതായത് this cannot happen without the direction of the chief minister. മുഖ്യമന്ത്രി ആരാണ്? പിണറായി വിജയൻ. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമില്ലാതെ ഇത് നടക്കത്തില്ല. And this clearly is the beginning of the collapse of the constitutional machinery in the state. സംസ്ഥാനത്തെ, കേരളത്തിലെ ഭരണ സംവിധാനം തകരുന്നതിൻ്റെ ലക്ഷണമാണിത്. പോരെ? ഇപ്പം ഈ പ്രസ് റിലീസ് ചെയ്യുന്ന അദ്ദേഹം എന്തൊക്കെ മിനിറ്റ്സ് തയ്യാറാക്കി കേന്ദ്രത്തിന്, രാഷ്ട്രപതിക്ക് അയക്കുമെന്ന് നമുക്ക് ഊഹിക്കാം. സിമ്പിൾ, നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരു സെന്റൻസ് കൂടി അതിൻ്റെ ബാക്കി, ലാസ്റ്റ് സെന്റൻസ്, അതും വെരി ഇമ്പോർട്ടൻറ്റ്. ഹി സെഡ് ദാറ്റ് സച്ച് ഡെലിബറേറ്റ് എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം, ബോധപൂർവം. He said that such deliberate actions of the chief minister precipitate the breakdown of constitutional machinery. Precipitate constitutional machineryയെ തകർക്കാനുള്ള വേഗത വർദ്ധിപ്പിക്കുകയാണ്, അതിന് ആക്കം കൂട്ടുകയാണ്. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. എന്ന് PRO ഓഫ് രാജ്ഭവൻ, അതാണ് ആ ലെറ്റർ, പത്രക്കുറിപ്പ്. ഇതിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഞങ്ങൾ മുൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ നവകേരള സദസ്സ് കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിച്ചു. ഇനി തിരുവനന്തപുരം ജില്ല മാത്രമാണ് ബാക്കിയുള്ളത്. ഇതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. അതായത് ഗവർണറെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചാൽ യുവമോർച്ചയും ഞങ്ങൾ രംഗത്തിറങ്ങും, BJPയും നവകേരള സദസ്സിനെതിരെ എന്ന് പറഞ്ഞാൽ കൂട്ടി വായിക്കുക. കഴിഞ്ഞ ദിവസം തന്നെ യുവമോർച്ചയുടെ പേരും പറഞ്ഞ മഹിളാ മോർച്ചകളൊക്കെ DGPയുടെ വീട്ടിലേക്ക്, ഓഫീസിലേക്ക് മാർച്ച് തിരുവനന്തപുരത്ത് നടത്തിയത് അക്രമാസക്തമായത് നമ്മൾ കണ്ടു കാണും, ഇതിൻ്റെ ദൃശ്യങ്ങൾ. അപ്പോൾ ഇനി വരുന്ന ഈ 3-4 ദിവസം, ഈ നവകേരള യാത്ര തീരുന്നത് വരെയുള്ള ഈ ഒരു സമയം വളരെ നിർണായകമാണ്.
ഞങ്ങൾ ഇന്നലെ പറഞ്ഞതുപോലെ അട്ടിമറിയുടെ സൂചനകളുണ്ട്. നവകേരള സദസ്സിന്റെ ബസ്സിനെ തടയാനും മന്ത്രിമാരെ തടയാനുമൊക്കെ യുവമോർച്ചയും BJPയും ആരിഫ് മുഹമ്മദ് ഖാനുമുള്ള നെക്സസ് രംഗത്തിറങ്ങും. ഈ കൂട്ടി വായിക്കുക ഇതെല്ലാം. അപ്പൊ ഇവിടെ ഒരു ഭരണഘടനാ സംവിധാനം തകർന്നു കേരളത്തില്. എത്രയും വേഗം രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന് ഗവർണറുടെ ഒരു റിപ്പോർട്ട് കേന്ദ്രത്തിലേക്ക് പോകും. ഇതൊക്കെയാണ് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അത്ര ഭംഗിയല്ല മുന്നോട്ട് പോകുന്നത് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്.